പ്രിയപ്പെട്ട ബസ് ഡ്രൈവർമാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, രാമനാട്ടുകര ഇന്നലെ വൈകുന്നേരം വെച്ച് നടന്ന ബസ് അപകടം, രണ്ട് ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം നടത്തി. അവിടെ അപകടം ഉണ്ടായിട്ട് അപകടത്തിൽ മരണപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട വലിയ പെങ്ങളാണ് തസ്ലീമ. ബസ് ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ഒരു ഹരമാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നിങ്ങളെ കാരണത്താൽ ഇപ്പൊ അടുത്തായിട്ട് തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുത നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് ഞാനാണ് എന്റെ പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ എന്റെ പെങ്ങളുടെ മയ്യത്ത് ഏറ്റുവാങ്ങിയത് ഞാനാണ്. ഏറ്റുവാങ്ങുന്ന സമയത്ത് മയ്യത്ത് ബോഡി ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം അവിടെ. ആ സമയത്ത് സാധാരണ ഒപ്പിടാറുണ്ട്. പക്ഷെ എന്റെ ഒപ്പ് കൈ ഇങ്ങോട്ട് പിടിക്കുന്നില്ല, ഒപ്പിടാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. ഈ ഡ്രൈവർമാരൊന്ന് ചിന്തിക്കണം. എനിക്ക് എന്റെ വലിയ പെങ്ങളെ നഷ്ടപ്പെട്ടതിലപ്പുറം എന്റെ പെങ്ങളെ മക്കൾക്ക്, അവരുടെ പേരക്കുട്ടികൾക്ക്, അവരുടെ പുതിയാപ്പളക്ക് പ്രിയപ്പെട്ട ഒരു ഉമ്മ, ഒരു ഭാര്യയാണ് നഷ്ടപ്പെട്ടത്. വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാണ്, ഈ നഷ്ടത്തിന്റെ വേദന എത്രയാന്നുള്ളത് നഷ്ടപ്പെട്ടാൽ മാത്രമേ അറിയുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഹരമാക്കി രസമാക്കി ഓടിക്കുന്ന ഡ്രൈവിംഗ് നഷ്ടം ഒരു വേള നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ അപകടത്തിൽപ്പെട്ടത് നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ഭാര്യയോ ആയിരുന്നുവെങ്കിൽ അതിലെത്രത്തോളം നിങ്ങൾക്ക് പ്രയാസം വരുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിയപ്പെട്ട ഡ്രൈവർമാരെല്ലാവരും സ്നേഹത്തോടു കൂടെ മാത്രമാണ് പറയുന്നത്. എനിക്കിപ്പോൾ എന്റെ പെങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ ഇനി നാളെ ഒരാളും നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാലേ നഷ്ടപ്പെട്ടതിന്റെ വേദന മനസ്സിലാവുള്ളൂ. അതിന് പകരം വെക്കാൻ മറ്റൊരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഹരമായ ഡ്രൈവിംഗ് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു പ്രയാസമാവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ പെങ്ങളെ തിരിച്ചെനിക്ക് കിട്ടൂല. എന്റെ ഉമ്മാക്ക് ആ മകളെ എനിക്ക് തിരിച്ചു കിട്ടൂല. എന്റെ ബാക്കിയുള്ള പെങ്ങന്മാര് റിക്കവർ ആയിട്ടില്ല, ഒരു വലിയ പ്രയാസത്തിലാണ്. എന്റെ ഉമ്മ റിക്കവർ ആയിട്ടില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പെങ്ങന്മാര് ഭക്ഷണം കഴിക്കുന്നില്ല. ആകെ വലിയ പ്രയാസത്തിലാണ് നമ്മളെ ഫാമിലി ഉള്ളത്. എന്റെ ഫാമിലി അനുഭവിക്കുന്ന പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് എന്റെ വീട്ടിലേക്ക് വരി, എന്റെ പെങ്ങളെ വീട്ടിലേക്ക് വരി. അപ്പൊ മനസ്സിലാവും. നിങ്ങൾ എല്ലാ ഡ്രൈവർമാരെയും കൂട്ടി ഈ മഞ്ചേരി പാലക്കാട് പോകുന്ന സ്പീഡ് ഡ്രൈവിംഗ് നടത്തുന്ന എല്ലാ ഡ്രൈവർമാരും നമ്മളെ വീട്ടിൽ എന്റെ പെങ്ങളെ വീട്ടിൽ ഒന്ന് വരി. എന്നിട്ട് നിങ്ങളൊന്ന് കാണണം ഈ പെരേത്ത അവസ്ഥ എന്താ നിലവിലുള്ളതെന്നുള്ളത്. കരയണോ വേണ്ടേ, മരിക്കണോ ജീവിക്കണോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാർ ഈ പെരയിലുണ്ട് എന്നുള്ള ബോധം പ്രിയപ്പെട്ട ഡ്രൈവർമാര്, നിങ്ങൾക്ക് ആവേശമാണ്, നിങ്ങൾക്ക് രസമാണത്. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെങ്ങളാണ്. ഇതുപോലെ പല കുടുംബത്തിനും പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലത്. അഭ്യർത്ഥനയാണ്. നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടം തിരിച്ചറിഞ്ഞ ഒരു അനിയന്റെ, ഒരു ആങ്ങളന്റെ അഭ്യർത്ഥനയാണ്. അതിലപ്പുറത്തേക്ക് നിങ്ങളൊന്നും വിചാരിക്കണ്ട. പ്രിയപ്പെട്ട ഡ്രൈവർമാര് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ള അഭ്യർത്ഥന. എനിക്ക് ഏതായാലും നഷ്ടപ്പെട്ടു എന്റെ പെങ്ങൾ, ഇനി ഒരാൾക്കും ലോകത്തൊരു പെങ്ങളും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കുള്ള അഭ്യർത്ഥന.